നമുക്ക് പുതിയ മൺചട്ടി എങ്ങനെയാണ് മയപ്പെടുത്തിയെടുക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ മയപ്പെടുത്തിയെടുത്താൽ കുറേ ദിവസത്തേക്ക് ഈ ചട്ടി പൊട്ടാതെ നിൽക്കും. പിന്നെ കുറേ ഈട് നിൽക്കുന്നതാണ് ഈ ചട്ടി. എന്ന് വെച്ചിട്ട് ചട്ടി നിലത്തിട്ടാൽ ചട്ടി പൊട്ടിപ്പോവും. അപ്പോൾ എന്നെ കുറ്റം പറയരുത്. ചട്ടി അടുപ്പത്ത് വെച്ചാൽ പൊട്ടിപ്പോകില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു 4 ചിരട്ട ഈ ചട്ടിയിലോട്ടിട്ട് ഇങ്ങനെ കത്തിക്കുക. ഈ ചിരട്ട കത്തി ഈ ചട്ടിയിൽ കിടന്ന് അമരണം. ചിരട്ട നന്നായിട്ടൊന്ന് കത്തി ഒരു 4 5 ചിരട്ട കത്തിക്കാം. അങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചട്ടി നമ്മൾ ഉമ്മിയിട്ട് പുകയ്ക്കാനോ ഉമ്മിയിട്ട് ചൂടാക്കാനോ ഒന്നും ചെയ്യണ്ട. ഇപ്പം എനിക്ക് ചട്ടി നന്നായിട്ട് കഴുകി ഞാനൊന്ന് കൊണ്ടുവന്നതാണ്. എനിക്ക് അകവും പുറവും നന്നായിട്ടൊന്ന് കറുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചട്ടി സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചെറുതായിട്ടൊരു കുറച്ച് എണ്ണയൊന്ന് തേച്ച് അകത്തും പുറത്തും കൈകൊണ്ട് എണ്ണ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചട്ടി സിമ്പിളായിട്ട് നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സിമ്പിളായി ഇത്രയും ചെറിയൊരു പണിയേ ഉള്ളൂ. നമ്മൾ ഒത്തിരി കഷ്ടപ്പാടോ ഒന്നും ചെയ്യണ്ട. നമ്മുടെ ചട്ടി നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മീൻ കറി വെക്കുമോ ചിക്കൻ കറി വെക്കുമോ ബീഫ് കറി വെക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കണ്ടോ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്ക്. നല്ല സുന്ദര കുട്ടപ്പനായിട്ടില്ലേ നമ്മുടെ ചട്ടി. ഇങ്ങനെ തന്നെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒന്ന് കമൻ്റ് അറിയിക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക.